ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ലോകത്തിന് അനുഗ്രഹമായി അള്ളാഹു അയച്ച നമ്മുടെ പ്രിയ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ഒരു ചെറിയ സംഭവം ഓർക്കാം. ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരുണയും ക്ഷമയും എത്ര മഹത്തായിരുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കരുണ കൊണ്ട് കീഴടക്കിയ ഹൃദയം. മക്കയിലെ ദിവസങ്ങൾ അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സത്യത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ എല്ലാവരും ആ സന്ദേശം സ്വീകരിച്ചില്ല. ചിലർ പരിഹസിച്ചു, ചിലർ എതിർത്തു, ചിലർ ഉപദ്രവിക്കുകയും ചെയ്തു. അക്കാലത്തെ ഒരു വയോധിക സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത വിരോധം പുലർത്തിയിരുന്നു എന്ന് ജനങ്ങൾ പറയുന്ന ഒരു പ്രശസ്ത കഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും കടന്നു പോകുന്ന വഴിയിൽ അവൾ മാലിന്യം വലിച്ചെറിയാറുണ്ടായിരുന്നു എന്നാണ് ആ വിവരം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ദേഷ്യപ്പെട്ടില്ല. ഒരു മോശം വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല. പതിവ് പോലെ സമാധാനത്തോടെയും ക്ഷമയോടെയും തന്റെ വഴി തുടർന്നു. ഒരു ദിവസം ആ വഴിയിൽ മാലിന്യമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതപ്പെട്ടു. ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ രോഗബാധിതയായി വീട്ടിൽ കിടക്കുകയാണെന്നറിഞ്ഞു. ഇത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ അവരുടെ വീട്ടിലേക്ക് പോയി. വാതിൽക്കൽ നിന്ന് അനുമതി ചോദിച്ച് അകത്ത് പ്രവേശിച്ചു. രോഗവിവരം അന്വേഷിച്ചു. ആശ്വാസവാക്കുകൾ പറഞ്ഞു. സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചു. തന്നെ വെറുത്ത ഒരാൾ ഇങ്ങനെ സ്നേഹത്തോടെ അന്വേഷിച്ചെത്തുമെന്ന് ആ സ്ത്രീ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം തെറ്റ് അവൾ തിരിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്വഭാവം അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ദേഷ്യത്തെ ദേഷ്യം കൊണ്ട് ജയിക്കാനാവില്ല. കരുണയും നല്ല സ്വഭാവവുമാണ് മനുഷ്യരുടെ ഹൃദയം കീഴടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ക്ഷമയുടെയും കരുണയുടെയും ഉത്തമ മാതൃകയാണ്. നാം എതിർപ്പും വിരോധവും നേരിടുമ്പോഴും നല്ല സ്വഭാവം കൈവിടാതിരിക്കാൻ ശ്രമിക്കണം. അസ്സലാമു അലൈക്കും.